നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആയിരത്തി 1962 കൊല്ലത്തെ കുരിയോട്ടുമലയിൽ മൃഗസംരക്ഷണ വകുപ്പ് ഒരു ഫാം തുടങ്ങിയത്. കൃത്യമായി പറഞ്ഞാൽ 54 വർഷം പിന്നിടുന്നു. ഫാമിലെ വരുമാനം മാത്രമല്ല, അത് ആഹ്ലാദത്തിനും വിനോദസഞ്ചാരത്തിനും കൂടി ഉതകുന്നതാണ് എന്ന് തെളിയിക്കുന്നുണ്ട് ഇപ്പോൾ അധികൃതർ. പൂവാലികളും ആടുകളും എന്ന പതിവ് ശൈലി നിലനിർത്തുമ്പോൾ തന്നെ മുട്ടക്കോഴികളിലും കാടക്കോഴികളിലും ഒട്ടകപ്പക്ഷികളിലുമൊക്കെ ആ സങ്കല്പം ചേക്കേറി. ഭൂമിയിൽ സൗന്ദര്യമുള്ളതിന് അത്രയും ഒരു ചിമിഴിൽ ഒതുക്കുന്നുണ്ട് കുരിയോട്ടുമല. കാണാം കുരിയോട്ടുമല ഹൈടെക് ഫാമിലെ കാഴ്ചകൾ. ഹരിതം സുന്ദരം. കൊല്ലത്തിൻ്റെ കിഴക്കൻ മലയോരം, സഹ്യൻ്റെ ഓരം ചേർന്നാണ് കിടപ്പ്. കല്ലടയാർ നീർ കൊടുക്കുന്ന പ്രദേശമാണ്. 1000 ജീവിതങ്ങൾക്ക് കൂടി അത് ചൈതന്യം നൽകുന്നുണ്ട്. കല്ലടയാറിൻ്റെ ഓരം പറ്റി പിറവന്തൂർ പഞ്ചായത്തിൽ 106 ഏക്കർ വരുന്നുണ്ട് കുരിയോട്ടുമല ഫാം ഭൂമിക. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 54 വർഷം മുമ്പ് ആരംഭിച്ചതാണ് കുരിയോട്ടുമലയിലെ ഫാം. ഹരിതഛായ പടർന്നു കിടക്കുന്ന ഇവിടെ മൈലമ്മമാർ നൃത്തമാടുന്നുണ്ട്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന സുന്ദര തീരമാണ് ഇന്ന് കുരിയോട്ടുമല. ആടും പൂവാലിയും മുട്ടക്കോഴികളും കാടയും ഒട്ടകപ്പക്ഷിയും ഒക്കെ വിലസുന്നുണ്ട്. നവനവങ്ങളായ ഒത്തിരി പദ്ധതികൾക്ക് ഇപ്പോൾ തുടക്കമായി. ശലഭോദ്യാനം, തേനീച്ച യൂണിറ്റ്, കാട യൂണിറ്റ്, മുട്ടക്കോഴി യൂണിറ്റ് എന്നിങ്ങനെ പോകുന്നു ആ നിര. കൊല്ലം കുരിയോട്ടുമല ഫാം അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ആയിരുന്നു പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെ നജീബത്ത് അധ്യക്ഷനായിരുന്നു. കുരിയോട്ടുമല ഫാമിലെ നവനവങ്ങളായ വിവിധ പ്രോജക്റ്റുകൾക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായി കോയിൽ യൂണിറ്റ് അഥവാ കാടപ്പക്ഷികളുടെ ഒരു യൂണിറ്റ് പുതുതായി ആരംഭിച്ചിട്ടുണ്ട്. കാടപ്പക്ഷികൾ നമുക്കറിയാം, ഇന്നിപ്പോൾ കാണുന്ന രീതിയിലേക്ക് കാടപ്പക്ഷികളെ വ്യാവസായികമായി വികസിപ്പിച്ചത് ജപ്പാൻകാരാണ്. കൊട്ടൂർണിക്സ് ജാപ്പോണിക്ക എന്നാണ് കാടപ്പക്ഷികളുടെ ശാസ്ത്രനാമം തന്നെ. ഏതാണ്ട് 3 ആഴ്ച പ്രായത്തിലാണ് കർഷകർക്ക് കാടകളെ കിട്ടുക. തുടർന്ന് 3 ആഴ്ച കൂടി കഴിയുമ്പോഴേക്കും അവ മുട്ടയിട്ട് തുടങ്ങും. പിന്നീട് തുടർച്ചയായി 6 മാസം വരെ അവയ്ക്ക് മുട്ടകളിടാം. കോഴികളെ അപേക്ഷിച്ച് ധാരാളം കൗതുകങ്ങൾ കാടപ്പക്ഷികളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒന്നാമതായിട്ടുള്ളത്, ഒരു കോഴിയെ വളർത്തുന്ന സ്ഥലത്ത് 5 കാടകളെ വളർത്താമെന്നുള്ളതാണ്. രണ്ടാമതായി കാടകളുടെ മുട്ടകളാണ്. കോഴി മുട്ടകളേക്കാൾ 8 അമിനോ അമ്ലങ്ങൾ കൂടുതൽ കാടമുട്ടയിലുണ്ട്. 1000 കോഴി സമം അര കാട എന്നൊക്കെ വിഖ്യാതമായ ചൊല്ല് തന്നെയുണ്ട്. മാത്രവുമല്ല, കാടപ്പക്ഷികൾ ഒരു ദിവസം 20 മുതൽ 25 ഗ്രാം വരെ തീറ്റ മാത്രമേ തിന്നുകയുള്ളൂ എന്നൊരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല, കോഴികൾ മുട്ടയിടുന്നത് പോലെ പല സമയത്തല്ല കാടകൾ മുട്ടയിടുന്നത്. വൈകുന്നേരം 5 മണിക്ക് ശേഷം മാത്രമാണ് കാടകൾ മുട്ടയിടുന്നത്. 100 കാടകളെ വളർത്തിയാൽ, അതായത് 7 അടി നീളവും 3 അടി വീതിയും 1 അടി പൊക്കവുമുള്ള കൂട്ടിൽ ഏതാണ്ട് 100 കാടകളെ വളർത്താനുള്ള സൗകര്യമുണ്ട്. ഏതാണ്ട് അത്തരത്തിലുള്ളൊരു കൂട് തന്നെയാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. അങ്ങനെ 100 കാടകളെ വളർത്തിയാൽ പ്രശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ ഏതാണ്ട് 98% കാടകളും മുട്ടകളിടും എന്നൊരു പ്രത്യേകതയുണ്ട്. അതും വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് മുട്ടകളിടുന്നത്. കാടപ്പക്ഷികളുടെ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ മുട്ടയിട്ട് തീരുന്ന കാടകളെ ഇറച്ചി ആക്കി മാറ്റാം എന്നുള്ളതാണ്. കാടകളിൽ നിന്ന് ധാരാളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാട മുട്ട, അച്ചാറ്, അതോടൊപ്പം തന്നെ കോയിൽ തന്തൂരി, കാട പൊരിച്ചത്, അങ്ങനെയുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ കാടയിൽ നിന്നുണ്ടാകുന്നുണ്ട്. അതെല്ലാം തന്നെ 6 മാസം കഴിഞ്ഞ് മുട്ടയിട്ട് തീരുന്ന കാടകളെ അത്തരത്തിലേക്ക് വികസിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയും. എന്തായാലും കർഷകർക്ക് വലിയൊരു ജീവനോപാധിയാണ് കാടപ്പക്ഷികൾ. കാടപ്പക്ഷികളുടെ മുട്ട ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം അതിൻ്റെ ഒരു ചെറിയ പ്രജനന യൂണിറ്റും ഉടൻ തന്നെ കുരിയോട്ടുമല ഫാമിൽ സജ്ജമാക്കും. അങ്ങനെയെങ്കിൽ കർഷകർക്ക് കാട കുഞ്ഞുങ്ങളെ നൽകാനുള്ള ക്രമീകരണം കൂടി കുരിയോട്ടുമല ഹൈടെക് ഫാമിൽ ഉടൻ തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം.
കുരിയോട്ടുമല ഹൈടെക് ഫാമിൽ നാളിതുവരെ പൈക്കളാണ് വാണിരുന്നതെങ്കിൽ അവരുടെ ആ സ്ഥാനത്ത് മറ്റ് ജീവജാലങ്ങൾ കൂടി വരികയാണ്. അതാണ് ഇപ്പോഴത്തെ ഈ പ്രോജക്റ്റിൻ്റെ മേന്മ. ഇപ്പോൾ പ്രധാനമായും വികസിപ്പിച്ചിരിക്കുന്ന മറ്റൊരു കൂടാരം മുട്ടക്കോഴികൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് മുട്ടക്കോഴികൾ ഉണ്ടായിരുന്ന ഒരിടമായിരുന്നു കുരിയോട്ടുമല ഹൈടെക് ഫാം. ആയൂർ തോട്ടത്തറ ഹാച്ചറിയിൽ നിന്നാണ് മുട്ടക്കോഴികൾ ഇവിടെ എത്തുന്നത്. ഒഴിഞ്ഞു കിടന്നിരുന്ന വലിയൊരു കൂടാരമായിരുന്നു ഇത്. ആ കൂടാരത്തിലേക്കാണ് ഇപ്പോൾ മുട്ടക്കോഴികൾ എത്തുന്നത്. ഈ കൂടാരം കോഴികൾക്ക് പാർക്കാൻ വേണ്ടി സുസജ്ജമാക്കി വികസിപ്പിക്കുകയായിരുന്നു അധികൃതർ ചെയ്തത്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ബ്രീഡ്, അതായത് ഈ മുട്ടക്കോഴി ഇനത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴികളാണ്. വിവിധ മുട്ടക്കോഴി ഇനങ്ങളുടെ ഒരു സമന്വയം കൂടിയാണ് ഗ്രാമശ്രീ. അതുകൊണ്ട് തന്നെ ഇവയെ ഒരു മൊസൈക്ക് ബ്രീഡ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാന പ്രത്യേകത 6 മാസത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 5.5 മാസം കൊണ്ട് തന്നെ മുട്ടയിട്ട് തുടങ്ങും എന്നുള്ളതാണ്. വീട്ടമ്മമാർക്ക് അവരുടെ അടുക്കള മുറ്റത്ത് വളർത്താൻ കഴിയുന്ന ഏറ്റവും യോജിച്ച ഇനമാണ് ഗ്രാമശ്രീ. അടുക്കളയിൽ നിന്ന് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങളൊക്കെയും തീറ്റയാക്കും. മുറ്റത്ത് കൊത്തിപ്പറക്കി നടന്ന് തീറ്റ നേടിക്കൊള്ളും എന്നുള്ളതാണ് ഗ്രാമശ്രീ മുട്ടക്കോഴികളുടെ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഗ്രാമശ്രീ മുട്ടക്കോഴികളുടെ തവിട്ട് നിറത്തിലുള്ള മുട്ട വിപണിയിൽ ഉയർന്ന വില ലഭിക്കുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമശ്രീയുടെ ഒരു വലിയ ശേഖരം ഉണ്ടാക്കാനുള്ള പദ്ധതിയിലാണ് ഫാം അധികൃതർ. ഒരുപക്ഷെ ഭാവിയിൽ ഇവിടെ ബ്രീഡിംഗ് യൂണിറ്റ് കൂടി ആരംഭിക്കാനുള്ള പദ്ധതിയുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 350ഓളം വരുന്ന സ്റ്റോക്കിനെ ആയൂർ തോട്ടത്തറ, കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ ആയൂർ തോട്ടത്തറ ഹാച്ചറിയിൽ നിന്നാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇനി ഇവ ഏതാണ്ട് ഒരു 2-2.5 മാസം കൂടി കഴിയുമ്പോൾ തന്നെ മുട്ടയിടാൻ പാകത്തിലേക്ക് വളർന്നുകൊള്ളും. മുട്ടയുടെ വിൽപ്പനയും കുരിയോട്ടുമല ഫാം കേന്ദ്രീകരിച്ച് നടത്തും എന്നുള്ളതാണ് പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ ഈ ലെയർ യൂണിറ്റ് എല്ലാവരും, പ്രത്യേകിച്ചും കർഷകരും ഉപഭോക്താക്കളും എല്ലാം തന്നെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. കുരിയോട്ടുമല ഫാമിലെ മറ്റൊരു വലിയ സ്വർഗത്തിലാണ് നമ്മളിപ്പോൾ. വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒട്ടകപ്പക്ഷികൾ ഇവിടെ കൂട്ടിനെത്തിയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കക്കാരാണ് ഒട്ടകപ്പക്ഷികൾ. പക്ഷേ എങ്കിലും കേരളത്തിലെ സാഹചര്യങ്ങളുമായി നന്നായി അവർ ഇണങ്ങിച്ചേർന്നിരിക്കുന്നു. ഏതാണ്ട് 1 വർഷം പിന്നിടുന്നു ഒട്ടകപ്പക്ഷികൾ കുരിയോട്ടുമല ഫാമിൽ വന്നിട്ട്. അവർക്ക് പാർക്കാൻ വേണ്ടി വിശാലമായ കൂടുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കണ്ണിവലകളുള്ള കമ്പിവേലികളാണ് അതിർത്തികൾ തീർക്കുന്നത്. ഒട്ടകപ്പക്ഷിക്ക് പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് നിൽക്കാനുള്ള എല്ലാ സൗകര്യവുമുണ്ട്. തിന്നാനായി കോങ്കോ സിഗ്നലിൻ്റെ പുല്ല് യഥേഷ്ടം ഒരുക്കിയിരിക്കുന്നു. മഴ നനയാതെ കയറി നിൽക്കാനുള്ള കൂടാരങ്ങളുണ്ട്. രാത്രിയിൽ കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി അഥവാ ഒന്ന് കുളിക്കണമെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെ അധികൃതർ ഒട്ടകപ്പക്ഷികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഭൂമിയിലെ പറക്കാൻ കഴിയാത്ത പക്ഷികൾ എന്ന പേരുള്ള റാട്ടൈറ്റ് വിഭാഗത്തിൽപ്പെട്ട പക്ഷികളിൽ ഏറ്റവും പ്രമുഖനാണ് ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷി ഭീമനാണ്. ഏതാണ്ട് 150 മുതൽ 700 കിലോ വരെ ഭാരം വരുന്നുണ്ട്. ഈ ഭാരം അത്രയും താങ്ങുന്നത് 2 വിരലുകളിലാണ്. ചൂട്, അതായത് പ്രതികൂല കാലാവസ്ഥയെ അതിജീവിക്കുവാൻ വലിയ ശേഷി ഒട്ടകപ്പക്ഷികൾക്കുണ്ട്. പക്ഷേ പ്രകൃതിയിലുണ്ടാകുന്ന ചെറു ചലനങ്ങളോട് പോലും നല്ല രീതിയിൽ അവർ പ്രതികരിക്കും. ഒരു ചെറു ശബ്ദം കേട്ടാൽ മതി, ചുണ്ടുവിറപ്പിക്കുകയും അമ്ലതിഷ്ഠമായ കണ്ണുകൾ കൊണ്ട് പരക്കെ നോക്കുകയും ചെയ്യും. അതൊക്കെയാണ് ഒട്ടകപ്പക്ഷിയുടെ കൗതുകങ്ങൾ. ഒട്ടകപ്പക്ഷി അതിവേഗ ഓട്ടക്കാർ കൂടിയാണ്. നമ്മളിപ്പോൾ കാണുന്ന സാഹചര്യം, ഈ കൂട്ടിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ അതിവേഗം അവർ പാഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ഏതാണ്ട് മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗതയിൽ ഓടുവാൻ ഒട്ടകപ്പക്ഷികൾക്ക് കഴിയും. അതുപോലെ തന്നെയാണ് ഒട്ടകപ്പക്ഷികളുടെ ഓട്ടവും പിടക്കിയിട്ടുള്ള ഒരു നൃത്തവുമൊക്കെ പ്രജനനകാലത്ത് പതിവാണ്. പ്രജനനകാലത്ത് നെഞ്ചിലെ ത്വക്ക്, അതായത് തൊലി അല്പം കട്ടി കൂടി വന്ന് ബ്രൂഡിംഗ് പാച്ച് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കൂടി ഒട്ടകപ്പക്ഷികളിൽ സംഭവിക്കുന്നുണ്ട്. ഒട്ടകപ്പക്ഷികളുടെ തലയെടുപ്പും അവയുടെ ചിറക് വിന്യാസവും ഒക്കെ തന്നെ സഞ്ചാരികളെ ദിനംപ്രതി ആകർഷിക്കുന്നുണ്ട്. ധാരാളം സഞ്ചാരികൾ ഒട്ടകപ്പക്ഷികളുടെ പാർക്കിലേക്ക് തന്നെ കുരിയോട്ടുമലയിൽ എത്തിച്ചേരുന്നു. കുരിയോട്ടുമല ഹൈടെക് ഫാം സൂപ്രണ്ട് ഡോക്ടർ VP സുരേഷ് കുമാർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം സുരേഷ്. നമസ്കാരം. ഏതാണ്ട് 54 വർഷത്തോളം പിന്നീടുമാണ് സ്ഥാപനത്തിൻ്റെ ഒരു പാരമ്പര്യം. നവോന്നമങ്ങളായ ധാരാളം പദ്ധതികൾ ഓരോ വർഷവും വരുന്നുണ്ട്. അടുത്തിടെ ആണ് കാടവളർത്തൽ യൂണിറ്റ്, അതോടൊപ്പം തന്നെ തേനീച്ച വളർത്തൽ യൂണിറ്റ്, അലങ്കാര മത്സ്യ യൂണിറ്റ്. ഇതൊക്കെ വരുന്നത് കൊണ്ട് ഈ ഫാമിന് എന്ത് പ്രത്യേകിച്ച് ഗുണമുണ്ടാകും? നമ്മൾ ഇത് ഫാം ഒരു ഫാമിൻ്റെ പ്രവർത്തനങ്ങൾ കൂടാതെ ടൂറിസം കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സംയോജിത രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കൂടുതൽ ടൂറിസ്റ്റുകൾ ആകർഷിക്കാനും അതോടൊപ്പം തന്നെ പുതിയ സംരംഭങ്ങൾ നമ്മൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്താനും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരം വൈവിധ്യമാർന്ന പദ്ധതികൾ നമ്മൾ ഈ ഫാമിൽ ഉൾക്കൊള്ളിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ മൃഗസംരക്ഷണ മേഖല മാത്രമല്ല, നമ്മൾ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അലങ്കാര സസ്യങ്ങൾ, അതിൻ്റെ നഴ്സറികൾ, അതുപോലെ കൂൺ കൃഷി, തേനീച്ച കൃഷി, മുട്ടക്കോഴി വളർത്തൽ, കാടക്കോഴി വളർത്തൽ, അങ്ങനെ നിരവധി പദ്ധതികൾ നമ്മൾ
കൂൺ കൃഷി തുടങ്ങി പൊതുജനങ്ങൾക്ക് നമ്മൾ പലതും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വരുന്നതുകൊണ്ട് ഇത്തരം പദ്ധതികൾ അവർക്കൊരു പ്രോത്സാഹന എന്ന രീതിയിൽ കൂടെ നമ്മൾ ഒരു മാതൃക പോലെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ശരിക്കും അവർ ആവശ്യപ്പെടുന്നതാണോ ഇതൊക്കെ? കാണാൻ വരുന്ന സഞ്ചാരികൾ പറയാണ് ഇതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇല്ല, അങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടിയിട്ട് ചെയ്യുന്നതല്ല. നമ്മളതെല്ലാം ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുകയാണ്. കാരണം കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുക, അതുപോലെ സംരംഭങ്ങൾ കൂടുതൽ പരിചയപ്പെടുത്തി കൊടുക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ഒരു വരുമാനം കൂടി തീർച്ചയായിട്ടും ഈ അലങ്കാര മത്സ്യങ്ങളുടെ അതെ അലങ്കാര മത്സ്യങ്ങളുടെ വിൽപ്പനയുണ്ട്. അലങ്കാര സസ്യങ്ങളുടെ ഇപ്പോൾ നഴ്സറി ചെടികൾക്ക് പുറത്ത് പ്രൈവറ്റ് നഴ്സറികളിലൊക്കെ ഒരുപാട് വിലയാണ് ഈടാക്കുന്നത്. അപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ഒരു നിരക്ക് വെച്ചിട്ട് സാധാരണക്കാർക്ക് വീടുകളിലേക്ക് അലങ്കാര ചെടികൾ വാങ്ങാനുള്ളൊരു സൗകര്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൃഷിയുടെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കൊല്ലത്തിൻ്റെ കിഴക്കൻ മലയോരത്ത് പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളുടെ ഒരു വരവ് ഒരുപക്ഷെ കുരുവട്ടുമലയെ കൂടി പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കും. അതെ. അങ്ങനെ വരുന്ന ആളുകളുടെ പ്രതികരണം എങ്ങനെ? സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒട്ടകപ്പക്ഷി, അതുപോലെ കൂടുതൽ ജനങ്ങൾക്ക് പരിചിതമല്ലാത്ത കുതിരകൾ, എമു, ഇത്തരം കേരളത്തിൻ്റെ പുറത്ത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന മൃഗങ്ങൾ ഉൾപ്പെടെ നമ്മളിവിടെ കുരുവട്ടുമല ഫാമിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പൊതുജനങ്ങൾക്കൊരു കൗതുകം തന്നെയാണ്. കാരണം പുറത്ത് എവിടെയും പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഇതുപോലെ, അത് മാത്രമല്ല നമ്മൾ വിപുലമായ വിശാലമായ ഒരു സ്ഥലം ഒരുക്കിയിട്ടാണ് നമ്മൾ ഇവരെയൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പൊതുജനങ്ങൾ തീർച്ചയായിട്ടും ആകർഷകമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണത്. ഒന്നാം തരം ഒരു ഹീഫർ യൂണിറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഹീഫർ എന്നാൽ കിടാരി. കിടാരികളുടെ ഒരു ഒന്നാം തരം പാർക്ക് തന്നെ കുരുവട്ടുമലയിലുണ്ട്. ഒരുപക്ഷെ മുന്തിയ ഇനം സങ്കര ഇനം പശുക്കളെ വളർത്താൻ ആഗ്രഹമുള്ള കർഷകർക്ക് ഇവിടെ നിന്നും ഒന്നാം തരം പൈക്കുട്ടികളെയും കിടാങ്ങളെയും നൽകാൻ കഴിയുന്ന രീതിയിലാണ് ഈ പ്രോജക്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഹോൾസ്റ്റെയിൻ ഫ്രീസിയൻ കിടാങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ജേഴ്സി കിടാങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ സങ്കര ഇനമായ സുനന്ദിനിയുണ്ട്, മൊസൈക്ക് ഇനങ്ങളുണ്ട്. ഇത്തരത്തിൽ വിവിധ ഇനങ്ങളുടെ ലോകോത്തരങ്ങളായ വിവിധ ബ്രീഡുകളുടെ ഒരു സംഗമ സ്ഥാനം കൂടിയാണ് കുരുവട്ടുമലയിലെ ഈ ഹീഫർ പാർക്ക്. കിടാരിക്കൾക്ക് പാർക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും അധികൃതർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം, മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാറ്റ് എങ്ങും തടയാതെ ഈ കൂട്ടിനുള്ളിലേക്ക് കടന്നു വരും. അവർക്ക് യഥേഷ്ടം തീറ്റ തിന്നുവാനുള്ള പുൽത്തൊട്ടികളുണ്ട്, യഥേഷ്ടം വെള്ളം കുടിക്കുവാനുള്ള ടൈൽസ് പതിച്ച ഇടനാഴികളുണ്ട്. അതിലേക്ക് വെള്ളം ഒരു പുഴ പോലെ ഒഴുകിയെത്തും. അങ്ങനെ പൈക്കൾക്ക് സ്വർഗ്ഗതുല്യമായ അല്ലെങ്കിൽ കിടാരികൾക്ക് സ്വർഗ്ഗതുല്യമായ ഒരു അന്തരീക്ഷം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവയ്ക്ക് ഡ്രൈ ഫോഡർ, അതായത് വൈക്കോൽ നൽകുവാൻ വേണ്ടി വലിയ വൈക്കോൽ കെട്ടുകൾ പുറത്തുനിന്നും സംഭരിച്ച് ഫാം കേന്ദ്രത്തിൽ എത്തിച്ചിരിക്കുന്നു. ഇതെല്ലാം കൊണ്ട് പൊതുവെ കിടാരി പാർക്കിലെ കിടാരികൾ വലിയ സംതൃപ്തരാണ്. ഒരു ഫാം എന്ന നിലയിൽ ഒരുപക്ഷെ പാൽ ഉൽപ്പാദനമുണ്ട്, അതോടൊപ്പം തന്നെ നെയ്യിൻ്റെ ഉൽപ്പാദനമുണ്ട്, സംഭാരം ഉൽപ്പാദിപ്പിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾ അത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ടൂറിസവും, ഇത് രണ്ടും ഒരേ സമാന്തര പാതകളിലൂടെ പോകും. തീർച്ചയായിട്ടും പോകും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ഭീഷണി ബയോസെക്യൂരിറ്റി തന്നെയാണ്. അതായത് പുറത്തുനിന്നുള്ള ആൾക്കാരുടെ കടന്നുകയറ്റത്തോടുകൂടി നമുക്ക് ബയോസെക്യൂരിറ്റി ഒരു പ്രശ്നം വരുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എല്ലാ തരത്തിലുള്ള അതിൻ്റെ നിയന്ത്രണ മാർഗ്ഗങ്ങളും നോക്കി സാർ പറഞ്ഞ പോലെ തന്നെ സമാന്തരമായി തന്നെ നമ്മൾ ഇത് വലിയ ഫാമിന് കോട്ടം തട്ട രീതിയിൽ തന്നെ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഫാമിനെ ആശ്രയിക്കുന്ന ഒരുപക്ഷെ നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രേക്ഷകരുണ്ട്. അവർക്ക് എന്തൊക്കെ ഉൽപ്പാദന ഉപാധികളാണ് ഇവിടുത്തെ കിട്ടുന്നത്? നമുക്ക് ഇവിടെ ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പൊതുവേ നമ്മളിവിടെ ഒരുപാട് സംരംഭങ്ങൾ പൊതുജനങ്ങൾക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതുപോലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ട വളങ്ങൾ, ജൈവവളങ്ങൾ, ഇതെല്ലാം നമുക്ക് മിതമായ നിരക്കിൽ നമുക്കിവിടെ ലഭ്യമാണ്. കൂടാതെ അവർക്ക് ഇവിടെ പറ്റാവുന്നത്ര ഞങ്ങൾ ഇവർക്ക് ക്ലാസ്സുകൾ എടുക്കുക, അതുപോലെ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്ന അങ്ങനത്തെ ഒരുപാട് എക്സ്റ്റൻഷൻ ട്രെയിനിങ് കൂടെ നമ്മളിവിടെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പശുക്കുട്ടികളെ ആവശ്യമുള്ളവർ, അതോടൊപ്പം തന്നെ മുയൽക്കുട്ടന്മാരെ ആവശ്യമുള്ളവർ, ആട്ടിൻകുട്ടികളെ ആവശ്യമുള്ളവർ, കാടക്കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർ, അവരാരെയാണ് സമീപിക്കേണ്ടത്? നമ്മൾക്ക് ഇവിടെ ഒരു ബുക്കിംഗ് രജിസ്റ്റർ പ്രകാരം നമ്മൾ ബുക്കിംഗ് സ്വീകരിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ ഫാമിൻ്റെ ഒരു വിൽപ്പന സെക്ഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ന്യൂസ് പേപ്പറിൽ ഇതിനുള്ള പരസ്യം കൊടുത്ത് അങ്ങനെ നമ്മൾ ആവശ്യക്കാരുടെ ഒരു ലിസ്റ്റ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉൽപ്പാദനം ഉണ്ടാകുന്നതനുസരിച്ച് നമ്മൾ അവരെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് അവരിവിടെ വന്ന് നമ്മുടെ അടുത്ത് നിന്ന് ഉൽപ്പന്നങ്ങൾ മേടിച്ചുകൊണ്ട് പോവാണ് ചെയ്യുന്നത്. ആവശ്യക്കാർക്ക് വേണ്ടത്ര കൊടുക്കാൻ അത്ര നമുക്ക് പറ്റുന്നില്ല. ഒന്നാമത് നമുക്ക് പശുക്കുട്ടികളൊക്കെ നമ്മൾ ഇവിടുത്തെ ഒരു പാരന്റ് സ്റ്റോക്കായിട്ട് തന്നെ നിലനിർത്തുകയാണ്. അതിനെ തന്നെ നമ്മൾ വളർത്തി വലുതാക്കി അതിനെ തന്നെ ഉൽപ്പാദനത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ അതിനെ കറവ പശു ആക്കുന്ന രീതിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്.
പക്ഷേ ആടുകളും അതുപോലെ തന്നെ നമ്മൾ സ്കീമുകളിലേക്ക്, വിവിധ പഞ്ചായത്തിൻ്റെ സ്കീമുകളിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പാവപ്പെട്ടവൻ്റെ പശു എന്ന് ആടുകളെ വിശേഷിപ്പിച്ചത് നമ്മുടെ രാഷ്ട്രപിതാവായ ബാപ്പുജിയാണ്. അക്ഷരാർത്ഥത്തിൽ പാവപ്പെട്ടവൻ്റെ പശു തന്നെയാണ് ആട്. ആടുകൊണ്ട് ഉപജീവനം കഴിയുന്ന ധാരാളം കർഷകർ കേരളത്തിലുണ്ട്. ഒരു വീടിൻ്റെ ഭക്ഷ്യഭദ്രതയ്ക്കും ആഭ്യന്തര വരുമാനത്തിനും ഉതകുന്ന ഉൽപ്പാദന ഉപാധി തന്നെയാണ് ആടുകൾ. ആടുകൾക്കായി വിശാലമായ ഒരു സാമ്രാജ്യം തന്നെ കൊല്ലത്തെ കുരിയോട്ടുമല ഹൈടെക് ഫാമിലുണ്ട്. ആടുകൾക്കായി പ്രത്യേക ഒരു കൂടാരം തന്നെ ഒരുങ്ങിയിരിക്കുന്നു. അവിടെ ഗർഭിണി ആടുകൾ, പ്രസവിക്കാൻ സമയമെത്തി നിൽക്കുന്ന ആടുകൾ, ആട്ടിൻകുട്ടികൾ, മുട്ടനാടുകൾ, ഇവർക്കായി പ്രത്യേകം വിഭാഗങ്ങൾ തന്നെ ഒരുങ്ങിയിരിക്കുന്നു. സ്ലാറ്റ് ഫ്ലോറുകളിലാണ് ആടുകളുടെ നിൽപ്പ്. 4 വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജനുസുകൾ തന്നെ ആടുകൾക്കായി ഇവിടെയുണ്ട്. ഒന്നാമതായി സിരോഹി ആടുകളാണ്. നമുക്കറിയാം, സിരോഹി എന്നാൽ രാജസ്ഥാനിലെ മരുഭൂമിയിലാണ്. രാജസ്ഥാനിലെ മരുഭൂമിയിൽ പിറവി കൊണ്ടു എന്നതുകൊണ്ടാണ് അവർക്ക് സിരോഹി എന്ന പേര് വന്നത്. സ്വർണവും തവിട്ടും ചേർന്ന പുള്ളികളാണ് സിരോഹി ആടുകളുടെ പ്രത്യേകത. പൂർണ്ണ വളർച്ചയിൽ 70 മുതൽ 90 വരെ കിലോ ഭാരം എത്തുവാൻ മുട്ടനാടുകൾക്ക് കഴിയും. ഒരു പ്രസവത്തിൽ ഒരു കുട്ടി എന്നതാണ് സിരോഹി ആടുകളുടെ കണക്ക്. എന്തും തീറ്റയാക്കും എന്നതാണ് സിരോഹിയുടെ മേന്മ. ഉണങ്ങിയ ചുള്ളിക്കമ്പുകളും ഇലകളും വരെ തീറ്റയാക്കുന്ന സിരോഹിക്ക് ഉയർന്ന തീറ്റ പരിവർത്തന ശേഷിയുണ്ട്. ഇന്ത്യൻ ആടുകളിലെ ഒന്നാം തരം ജനുസ് എന്ന് എപ്പോഴും അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ് ജാംനാപാരി. താഴോട്ട് തൂങ്ങുന്ന കിങ്ങിണിയും താമര ഇതൾ പോലെ വളഞ്ഞ് പതുങ്ങി താഴോട്ട് തൂങ്ങുന്ന ചെവികളുമൊക്കെയാണ് ജാംനാപാരിയുടെ പ്രത്യേകത. തുടയിൽ പ്രത്യേകമായി ചേരുന്ന കുഞ്ചിരോമങ്ങൾ കൂടിയാകുമ്പോൾ അവയുടെ അഴക് വർദ്ധിക്കും. ജനിക്കുന്ന കുട്ടികൾക്ക് ഉയർന്ന ഭാരമുണ്ടാകും എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം കർഷകർ ജാംനാപാരിയുടെ മുട്ടനാടുകളെ അന്വേഷിച്ച് കുരിയോട്ടുമല ഫാമിൽ എത്തുന്നുണ്ട്. മലബാറിയാണ് മറ്റൊരിനം. കേരളത്തിൻ്റെ സ്വന്തം ആടുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആട് ജനുസാണ് മലബാറി ആടുകൾ. അറേബ്യൻ വ്യാപാരികൾ കൊണ്ടുവന്ന അറേബ്യൻ ആടുകളുമായി കേരളത്തിലെ നാടനാടുകൾ ഇണചേർന്നുണ്ടായവരാണ് മലബാറി ആടുകൾ. എന്തായാലും മലബാറി ഇപ്പോൾ കേരളത്തിൻ്റെ സ്വന്തം ജനുസാണ്. ഒറ്റ പ്രസവത്തിൽ 2 മുതൽ 3 വരെ കുഞ്ഞുങ്ങളെ കിട്ടും എന്നുള്ളതാണ് മലബാറി ആടുകളുടെ പ്രത്യേകത. ഉന്നതമായ മാതൃവാത്സല്യം കൊണ്ട് ശ്രദ്ധേയരാണ് മലബാറി ആടുകൾ. മറ്റൊന്നുള്ളത് കനേഡിയൻ ഡോർഫാണ്. ഏറ്റവും പുതിയതായി വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ഇനമാണ് കനേഡിയൻ ഡാർഫ്. കുള്ളനാടുകൾ ആണ് കനേഡിയൻ ഡാർഫ് ആടുകൾ. ഒരേ സമയം ആദായം നൽകുന്നവരും അതേസമയം കൗതുകം ജനിപ്പിക്കുന്നവരും അതേസമയം വിനോദസഞ്ചാര വരുമാനത്തിന് ഉതകുന്നവരുമാണ് കനേഡിയൻ ഡോർഫ് ആടുകൾ. എന്തായാലും ആടുകളുടെ ഒരു വലിയ പറുദീസ തന്നെ കുരിയോട്ടുമല ഹൈടെക് ഫാമിൽ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ വാങ്ങിക്കൊണ്ടുപോകുന്ന, ഉദാഹരണമായിട്ട് മുയലായാലും അതോടൊപ്പം തന്നെ പശുക്കുട്ടികളായാലും കാടക്കോഴികളായാലും ഇതൊക്കെ ഒരുപക്ഷെ സ്വകാര്യ ഫാമുകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളൊരു മൂല്യമുണ്ട്. തീർച്ചയായിട്ടും. എന്തടിസ്ഥാനമാണ് അതിനുള്ളത്? അതായത് നമുക്ക് സർക്കാരിൻ്റെ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഉൽപ്പന്നത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു മേന്മയും അതിൻ്റേതായിട്ടുള്ള വിശ്വാസം പൊതുജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നിലനിർത്താനും അതിൽ നിന്ന് മെച്ചപ്പെടുത്താനും ഉള്ളൊരു ശ്രമം തന്നെയാണ് നമ്മളിവിടെ നടത്തുന്നത്. അതിനായി നമ്മൾ ഇതിൻ്റെയൊക്കെ പാരൻറ്റ് സ്റ്റോക്കുകൾ, അതായത് നമ്മുടെ ഇവിടെ നിലവിലുള്ള മാതൃശേഖരം, നമ്മൾ നല്ല ഇനം യൂണിവേഴ്സിറ്റികളിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെ മറ്റ് ഇതിൻ്റെ സ്രോതസ്സുകളിൽ നിന്ന് തന്നെ ഏറ്റവും മുന്തിയ ഇനം പാരൻറ്റ് സ്റ്റോക്കുകളാണ് നമ്മളിവിടെ വാങ്ങി ഉൽപ്പാദനത്തിന് വേണ്ടി സജ്ജമാക്കി നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മിതമായ നിരക്കിൽ ഏറ്റവും ഗുണമേന്മയുള്ള വസ്തുക്കൾ ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അടുത്ത കാലത്ത് ഏറ്റവും ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു വിനോദസഞ്ചാരം. അതെ. അപ്പോൾ അത്തരത്തിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്നുണ്ടോ? അത്തരത്തിലേക്ക് ഫാം സജ്ജമായോ? നമ്മുടെ ഏറ്റവും വലിയൊരു പരിമിതി നമുക്ക് നല്ലൊരു റോഡില്ല എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഈ ഒരു ഹില്ലി ഏരിയ ആയതുകൊണ്ട് നമുക്ക് മഴക്കാലം വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് മഴയുടെ ആഘാതങ്ങൾ ഈ റോഡിനെ ബാധിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് 90 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന് അനുവദിച്ച് റോഡ് പണി ഏകദേശം 90% പൂർത്തിയായി. അപ്പോൾ റോഡുകൾ സഞ്ചാരയോഗ്യമാവും തോറും കൂടുതൽ ടൂറിസ്റ്റുകളെ നമുക്ക് ആകർഷിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുൻ മാസങ്ങളിലേക്കാൾ ഈ കഴിഞ്ഞ 2-3 മാസങ്ങളിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ആഴ്ച കുറച്ച് UK നിന്നുള്ള കുറച്ച് വിദേശ ടൂറിസ്റ്റുകളും ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ താമസ സൗകര്യങ്ങളുള്ളത് കൊണ്ടും പിന്നെ ചില ഹട്ടുകളൊക്കെ നമ്മുടെ നിർമ്മാണ ഘട്ടത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ ടൂറിസ്റ്റുകളെ നമ്മൾ വരും കാലങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സൗന്ദര്യത്തിന് എപ്പോഴും രഹസ്യമായി വെക്കാൻ എന്തെങ്കിലും കാണും. അത്തരം രഹസ്യങ്ങൾ ഇപ്പോഴും കുരിയോട്ടുമലയുണ്ട്. അത് പതിയെ പുറത്തു വരട്ടെ. നേരാം ഭാവുകങ്ങൾ.